എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്തോഷം എങ്ങനെ ടാക്കോ കാർഡ് അപ്ലൈ ചെയ്യാവുന്ന കമ്പനിയുടെ സഹായം. അപ്പം പോളണ്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് ജർമ്മനിയിലോട്ട് മൂവ് ചെയ്യാം ബസ് ഡ്രൈവർ. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ടാക്കോ കാർഡ് അപ്ലൈ ചെയ്യാവുന്ന കമ്പനിയുടെ സഹായമോ ഏജൻസിയുടെ സഹായമോ ഇല്ലാതെ നമുക്ക് എങ്ങനെ തന്നെ ടാക്കോ കാർഡ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ടാക്കോ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രസ്റ്റഡ് പ്രൊഫൈൽ അക്കൗണ്ട് വേണ്ടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. ട്രസ്റ്റഡ് പ്രൊഫൈൽ വഴി ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാക്കോ കാർഡ് ഗ്രാഫിന്റെ പേയ്മെന്റ് ചെയ്യുന്നത്. ഈ ഒരു വലിയൊരു കടമ്പ നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടാക്കോ ഗ്രാഫ് കാർഡ് നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് ചെയ്യുന്നത് വെച്ചാൽ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ പോകാം. വെബ്സൈറ്റിൽ പോയ ശേഷം ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് എ പ്രൊഫൈൽ ആ ഒരു ഓപ്ഷനിൽ ചൂസ് ചെയ്യുക. അതിനുശേഷം ഹൗ ഡു യു വോണ്ട് ടു ഗെറ്റ് എ ട്രസ്റ്റഡ് പ്രൊഫൈൽ എന്ന് ഒരു ലിങ്കിലേക്ക് വരും. ഇവിടെ ബാങ്ക് ഓർ അതർ ഐഡന്റിറ്റി പ്രൊവൈഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ബാങ്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഏതെങ്കിലും ബ്രാഞ്ചിലാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിൽ പോയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അഥവാ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ സുസ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഉസാദ് വഴിയോ ചെയ്യാൻ പറ്റും. നമ്മൾ ഇനി അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ ഓഫ് ട്രസ്റ്റഡ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷനാണ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ യൂസർ നെയിമും നമുക്ക് പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം പാസ്വേഡ് അടിച്ചു കൊടുക്കുക, പിന്നെ കൺഫേം പാസ്വേഡ് കൊടുക്കുക, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും പെസൽ നമ്പറും കൊടുക്കുക, മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കറക്റ്റ് ആയിട്ട് കൊടുക്കണം. കാരണം അത് വെച്ചാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നവര്. കൺഫേം കൊടുത്തു കഴിഞ്ഞ ശേഷം സൈനപ്പ് ചെയ്യുമ്പം ഇതിനകത്ത് വരുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ പോയിന്റിൽ പോയി നമ്മുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യാൻ ചോദിക്കും. അവര് പറയും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വെച്ച് ഈ പെസൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പോയി വെരിഫൈ ചെയ്യാം. രണ്ടാമത് നിങ്ങൾക്ക് സുസിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടുന്ന് വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഉസാദ് ഓഫീസിൽ പോയാൽ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്കോ കാർഡ് ഗ്രാഫിനെ നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രസ്റ്റഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതിൽ അക്കൗണ്ട് വെരിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇൻഫോകാർ എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഈ വെബ്സൈറ്റിലേക്ക് കയറിയ ശേഷം നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മെയിൽ ഐ ഡിയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു അക്കൗണ്ടിലേക്ക് കയറുക, നമ്മുടെ മെയിൽ ഐ ഡിയും ആ പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. അതിലേക്ക് ചെയ്ത ശേഷം നമ്മുടെ പ്രൊഫൈലിലേക്ക് പോവുക. അവിടെ ടാക്കോഗ്രാഫ് കാർഡ് എന്ന ഓപ്ഷൻ കാണും. ഒന്നുകിൽ അങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ സർവീസസിനകത്ത് ഗെറ്റ് എ ടാക്കോഗ്രാഫ് കാർഡ് എന്ന ഓപ്ഷൻ കാണും. അപ്പം അതിലേക്ക് പോവുക, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ഓഫ് ടാക്കോഗ്രാഫ് കാർഡിനകത്ത് ഡ്രൈവർ കാർഡ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് അമുക്കുക. അതിനുശേഷം വാട്ട് ടൈപ്പ് ഓഫ് ഡ്രൈവർ കാർഡ് ആർ യു അപ്ലൈയിങ് ഫോർ? അതിന് ഫസ്റ്റ് ഓപ്ഷനാണ് റെഗുലർ ഡ്രൈവർ കാർഡിൽ അപ്ലൈ ചെയ്യുന്നവർ അതിന് ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ആദ്യമായിട്ട് കാർഡ് അപ്ലൈ ചെയ്യുന്നവർ ഐ ഹാവ് നെവർ ഹാഡ് എ പോളിഷ് ഡ്രൈവർ കാർഡ് എന്ന ഓപ്ഷൻ, അതായത് രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അത് ചൂസ് ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡു യു വോണ്ട് ടു കൺക്ലൂഡിനകത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റഡ് പ്രൊഫൈൽ അക്കൗണ്ട് നമുക്കിതിൽ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ടാക്കോ കാർഡ് ഗ്രാഫ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുവഴിയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നീട് ടാക്കോ കാർഡ് ഗ്രാഫിന് അപ്ലൈ ചെയ്യുമ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ അത് അടിച്ചു കൊടുക്കണം. നമ്മുടെ സ്കാൻ ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, പിന്നെ ഡ്രൈവർ ലൈസൻസിന്റെ ഒരു കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ. പിന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്, അതായത് കോഡ് 95 സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റഡ് പ്രൊഫൈൽ വഴി വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത്. പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഏകദേശം 172 സ്ലോട്ടിയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. അഥവാ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ടാക്കോ കാർഡ് ഗ്രാഫ് ആപ്ലിക്കേഷൻ റിജക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 25 സ്ലോട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി അമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇതിൽ കൊടുക്കണം. സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് എഡിഷൻ ചൂസ് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
ഇനി നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പെസൽ നമ്പറും കൊടുക്കണം. അഥവാ പെസൽ നമ്പർ ഇല്ലാത്തവർ അത് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ പെസൽ നമ്പർ എൻട്രി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉർസാദർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഓട്ടോമാറ്റിക്കലി അത് ഫില്ലായി വരും, കറക്റ്റ് പെസൽ നമ്പർ ആണെങ്കിൽ. അഥവാ പെസൽ നമ്പർ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കൊടുക്കുക. അതിനുശേഷം പാസ്പോർട്ട് ടൈപ്പ് ഓഫ് നെയിം ഓഫ് ഡോക്യുമെന്റിനകത്ത് പാസ്പോർട്ട് ചൂസ് ചെയ്യുക. ഡോക്യുമെന്റ് സീരീസ് നമ്പേഴ്സ്, പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. പിന്നെ നമ്മുടെ അഡ്രസ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മളോട് ഫില്ല് ചെയ്യുക. ഫോൺ നമ്പർ, ഇമെയിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അഡ്രസ് നന്നായി കറക്റ്റ് ആയിട്ട് കൊടുക്കണം, കാരണം നമ്മുടെ വീട്ടിലോട്ട് ആ അഡ്രസ്സിലാണ് വരുന്നത് ഈ കാർഡ്. പിന്നീട് നമ്മുടെ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. പോളണ്ടിൽ ഇഷ്യൂ ചെയ്ത ലൈസൻസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ റിജക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഈ കാശ് കിട്ടണമെങ്കിൽ ഇവർ ഈ അക്കൗണ്ട് നമ്പറിലേക്കായിരിക്കും റീഫണ്ട് ചെയ്യുന്നത്. ഡിക്ലറേഷൻ എല്ലാത്തിനും ടിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിന് കുറച്ച് സ്പെസിഫിക്കേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 70 മുതൽ 80% നമ്മൾ ഫേസ് കവർ ചെയ്യുന്ന രീതിക്കുള്ള ഫോട്ടോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫേസ് സ്ട്രെയിറ്റ് ആയിരിക്കണം. അങ്ങനെ കുറെ സ്പെസിഫിക്കേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഫോട്ടോസ് ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒപ്പം ഈ അപ്ലോഡ് ചെയ്യുന്ന ഫയലിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 2.5 MB കൂടുതലാവാൻ പാടില്ല. JPEG, TIFF അല്ലെങ്കിൽ PNG ഫോമാറ്റിലുള്ള ഏത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നീട് അവർ പറഞ്ഞിരിക്കുന്നത് സിഗ്നേച്ചറിനെ പറ്റിയാണ്. നമ്മൾ ഇതിനകത്തൊരു സിഗ്നേച്ചർ ഫോം ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ നമ്മൾ സിഗ്നേച്ചർ ഇട്ടിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്താണ് അത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിന്റെ സൈസും ഏകദേശം 6 MB കൂടുതൽ ആവാൻ പാടില്ല. പിന്നെ നമ്മൾ മറ്റു ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പം കോഡ് 95യുടെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്ത ശേഷം നമ്മുടെ ഡീറ്റെയിൽസിന്റെ എല്ലാം ഒരു സമ്മറി ഇവർ കാണിക്കും. അതായത് ഈ സിഗ്നേച്ചർ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്തിരിക്കുന്നത്, നമ്മുടെ പേരും വിവരവും, നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സും, ഒപ്പം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസും, നമ്മുടെ കാർഡിന്റെ ഫീസ് പേയ്മെന്റിന്റെ കാര്യവും, ഇതെല്ലാം ഇതിലേക്ക് സമ്മറി പോലെ കാണിക്കും. സൈൻ ആൻഡ് സെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ട്രസ്റ്റഡ് പ്രൊഫൈൽ അക്കൗണ്ടിലേക്ക് ചെല്ലുന്നത്. ആ സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റഡ് പ്രൊഫൈലിലുള്ള ആ ലിങ്കിലേക്ക് ഇത് പോകും. ആ ലിങ്കിലേക്ക് പോകുന്നത് വളരെ സിമ്പിൾ ആണ്. ആ ലിങ്കിൽ ചെന്ന് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യുക. നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ, ജെന്യുവൻ ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒന്നുമില്ല, ലോഗിൻ ചെയ്യുക, അതിനുശേഷം നമ്മൾ ടാക്കോ കാർഡിന്റെ പേയ്മെന്റ് ചെയ്യുക. ഇതിപ്പോ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ നമുക്ക് ലോഗിൻ ചെയ്യാം. അതായത് നമ്മൾ ബാങ്കിലെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഈ വഴി 2 ഓപ്ഷൻസ് ആണ് ഉള്ളതിൽ കാണിച്ചേക്കുന്നത്. പിന്നീട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പ്രൊഫൈലിൽ പോവുക, ടാക്കോഗ്രാഫ്സ് എന്ന ഓപ്ഷനിൽ പോവുക. അതിനുശേഷം ആപ്ലിക്കേഷൻ സെൻറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് അല്ലല്ലോ, ടാബ് കാണും. അതിൽ നമുക്ക് ഡ്രൈവേഴ്സ് കാർഡിലെ സ്റ്റേറ്റസ് കാണിക്കുക. അതായത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ പ്രൊഫൈലിൽ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ട് കാണിക്കും. അത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഓരോ സ്റ്റേജിന് കാണിക്കും. അതിനുശേഷം പേയ്മെന്റ് കൺഫർമേഷന് ശേഷം സാധാരണ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡ്യൂറിങ് ദ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓപ്ഷനാണ് അത്. ഇപ്പൊ ഇവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഓൾറെഡി എല്ലാം ടിക്കാണ് കാണിച്ചിരിക്കുന്നത്. വെരിഫിക്കേഷൻ പ്രോസസ്സിൽ നിൽക്കുന്ന സംഭവമാണെങ്കിൽ ഡ്യൂറിങ് വെരിഫിക്കേഷൻ കാണിക്കും. വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടിക്ക് കാണിക്കും. പിന്നീട് ടാക്കോ കാർഡ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇൻ പ്രൊഡക്ഷൻ കാണിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പം മനസ്സിലാകാത്തവർക്ക് ഇതിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും.
എനിക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. എനിക്ക് ജർമ്മനിയിൽ ബസ് ഡ്രൈവറായിട്ട് ജോലി കിട്ടി. അപ്പം ഞാൻ നിലവിൽ പോളണ്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബസ് ഡ്രൈവറായിട്ട്. അപ്പം പോളണ്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് ജർമ്മനിയിലോട്ട് മൂവ് ചെയ്യാം, ബസ് ഡ്രൈവറായിട്ട് എങ്ങനെ മൂവ് ചെയ്യാം, അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും, എന്തൊക്കെ എംബസി കൊടുക്കണം, ഏതൊക്കെ കമ്പനിയിൽ നമ്മളെ ആപ്ലിക്കേഷൻ അയക്കണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ ജർമ്മനിയിൽ നീങ്ങണം.